ഗൈസ്, ഇന്ന് ഞാൻ പെട്ടെന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ വ്ലോഗ് എടുക്കാൻ പോലെയാണ്. ഇപ്പോൾ സമയം 4:35. ഇപ്പോൾ സമയം 4:20 ആവാൻ പോകുന്നു. ഞാൻ കാണിച്ചു തരട്ടെ. സമയം 4:20 ആകാൻ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ അമ്മയും കുഞ്ഞും ഇന്ന് ഇപ്പോൾ ഈ സമയമാവുമ്പോൾ ചായ കുടിക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? അപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ 3 ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ ഏത്തപ്പഴം വെച്ച് എന്തെങ്കിലും മറ്റേ നെയ്യിട്ടിട്ട് അങ്ങനെ ആക്കി കൊടുത്താലോ? അപ്പോൾ ഒന്ന് അമ്മയ്ക്കെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഇന്ന് നമ്മൾ പഴം വഴറ്റി കൊടുക്കാൻ പോകുന്നു. പഴം വഴറ്റിനെക്കാട്ടിലും മുന്നേ അതുണ്ടാക്കാനുള്ള പാത്രം കഴുകണം. നമ്മളിവിടെ പാത്രം കഴുകലൊന്നും ഇല്ല പൊതുവേ. അങ്ങനെയല്ല, ഇവിടെ ഇപ്പം അങ്ങനെ ആർക്കും സമയമൊന്നുമില്ല. ചേച്ചി ബിസിയാണ് കുട്ടിയുമായിട്ട്. പിന്നെ ഞാൻ വരുമ്പം പാത്രം കഴുകി വെക്കും, പോവും ഒരാഴ്ച കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരട്ടെ. നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പുകൾ, ഇങ്ങനെ വിരിക്കുന്ന തുണികൾ, ആ ഒരു പൂക്കൾ, സുന്ദരമായ ഞങ്ങളുടെ മുറ്റം ഇല്ലേ? എന്തൊരു ഭംഗിയാ കാണാൻ ഇല്ലേ? ഓ സൂപ്പർ. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ വീട് കാണാൻ നല്ല രസമാണ്. മുറ്റവും രസം, കുറേ പൂവും. പിന്നെ ഈ പൂക്കളെല്ലാം അച്ഛൻ്റെയാണ്. പണ്ട് ഞാനുണ്ടായിരുന്നപ്പം ഇത്തിരിയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു നടാനും നനയ്ക്കാനും. ഇപ്പം ഞാനിവിടെ ഇല്ലല്ലോ, അപ്പം ഞാൻ സഹായിക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ ആഴ്ചയിൽ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഫ്രഷ് എയർ. അപ്പം നമുക്ക് ഇന്ന് പാത്രം കഴുകി എന്നിട്ട് പഴം വഴറ്റാം. പഴം അരിഞ്ഞു, ചട്ടി ചൂടാകാൻ വെച്ചു, നെയ്യും റെഡി. ഇപ്പോഴത്തെ ഈ വിഷ്വലിലൊരു ഗ്ലിച്ചുള്ളത് എനിക്ക് മാത്രം തോന്നുന്നതാണ്. അതാ ശരിക്കും ഉണ്ടാകും. ചട്ടി ചൂടായി. അപ്പോൾ നമ്മൾ നെയ്യെടുക്കും, തീ ഉറക്കും, എന്നിട്ട് നെയ്യിടും. ശരിക്കും ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ അതിൽ മുട്ട വറുത്തിടും, പിന്നെ ഫോൺ അങ്ങനെ താഴെ പോകും. ശരിക്കും ആൾക്കാർ ഇതിങ്ങനെ ആ ഫോണിൻ്റെ വെൽക്രോ സെറ്റപ്പ് വീണ്ടും ശരിയായില്ല. ആവശ്യത്തിനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വരാറില്ല. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഈ നെയ്യുടെ ഒപ്പം നെയ്യൊക്കെ ഇട്ട് വരട്ടിയിട്ട് എന്താ മുട്ട ഇട്ടിട്ട് എന്നിട്ട് പീരയിടും ചെയ്യും. എന്നിട്ട് പഞ്ചസാര ഇടും. പഞ്ചസാര ഓപ്ഷണലാണ്, പക്ഷെ മുട്ടയും പീരയൊക്കെ ഇടും. പക്ഷെ നമ്മൾക്ക് അത്രയും ലക്ഷറി ആവാൻ പറ്റില്ല. 3 മുട്ട ഇന്ന് എടുക്കും. 2 മുട്ട വറുത്തു, 1 മുട്ട രാവിലെ പുഴുങ്ങി കൊടുത്തു ചേച്ചിക്ക്. അപ്പം നമുക്കിനി മുട്ട ബാക്കിയില്ല. പിന്നെ അങ്ങനെ നിർവാഹമില്ല, എന്നും കൂട്ടിക്കോളൂ. കൊച്ചിനും കൂടെ ഈ ക്യാമറ പുലുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇത് നെയ്യ് കുലുക്കുന്നതാണ്. ഓക്കെ, ഇനി ഇത് വഴറ്റി ഇത് ഒന്ന് ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആവുമ്പോൾ
സെർവ് ചെയ്യുന്നു. വേറെ ഒന്നും അതിൽ ചെയ്യുന്നില്ല, തീരെ ഇടുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇത്ര ഉള്ളെങ്കിലും നല്ല ടേസ്റ്റാണ്, വളരെ നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനെ അഡിക്ഷൻ അതാവും. എന്നിട്ട് നമ്മൾ ചായ വെക്കും. എന്നിട്ട് നമ്മളത് ചേച്ചിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയിരിക്കും. അവർക്കിപ്പം 48 50 ഒക്കെ ദിവസമായി. ഇപ്പം 48 49 അത്രയൊക്കെ ദിവസമായി. തലയൊന്നും ഉറച്ചിട്ടില്ല. ഉറക്കത്തിൽ മാത്രം ചിരിക്കും, ഉറങ്ങും, അങ്ങനെ. പിന്നെ അത് നമ്മൾ നോക്കും. ഇപ്പം ഇങ്ങനെ മോഷൻ ട്രാക്കിംഗ് ഒക്കെ പഠിച്ചു. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എണീറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊച്ചിങ്ങനെ ഫോളോ ചെയ്യും തല. മോഷൻ ട്രാക്കിംഗ് ഒക്കെ ചെയ്യാം. പക്ഷെ അത്രയും വലുതായി. ചില കുട്ടികൾ 3-4 മാസമൊക്കെ ആകുമ്പം ചിരിക്കും. അതായത് കോൺഷ്യസ്ലി, ഉറക്കത്തിലല്ലാതെ ചിരിക്കാൻ തുടങ്ങും. ആ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിരിക്കും. കുട്ടി നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇൻട്രാക്ഷൻ ഒന്നുമില്ല. പിന്നെ എൻ്റെ നെഞ്ചത്തൊന്നും കിടന്നൊരു കുട്ടി ഇന്നേ വരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. ചേച്ചിമാരുടെയൊക്കെ കുട്ടികളെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെ അങ്ങനെ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അവർ ഉറങ്ങുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്താ. പക്ഷേ ഈ കുട്ടിയാണ് ആദ്യമായിട്ട് എൻ്റെ നെഞ്ചത്ത് കിടന്നിങ്ങനെ ഉറങ്ങുന്നത്. ഞാൻ മൂളുമ്പം പാട്ട് പാടുമ്പം ഒക്കെ അതിങ്ങനെ ഉറങ്ങും, പീസ്ഫുള്ളാവും. ചട്ടി മറിഞ്ഞേ അങ്ങനെ ശരിക്കും ഉറക്കം. അപ്പോൾ ഒരു സന്തോഷം ആദ്യമായിട്ടാ. അതൊക്കെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഒരു കുഞ്ഞി വാവ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അതിങ്ങനെ ഉറങ്ങും. പിന്നെ അത് മിണ്ടാണ്ടിരിക്കും. അതിന് ടെൻഷനില്ല. ലൈക്ക് ആ കുട്ടി നമ്മളെ ട്രസ്റ്റ് ചെയ്യണുണ്ട്. അപ്പോൾ അത് കരയുന്നില്ല, അത് ടെൻഷൻ അടിക്കുന്നില്ല. അതിങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു സന്തോഷം. ഇന്ന് ഞാൻ ബാങ്കിൽ പോകേണ്ടതായിരുന്നേ. പക്ഷേ ഇന്ന് ഇവിടെ ചേച്ചിനെയും കൊച്ചിനെയും നോക്കാൻ വരണ ചേച്ചിക്ക് പനിയായിട്ട് ആ ചേച്ചി വന്നില്ല. അപ്പം ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ചേച്ചി ഒറ്റയ്ക്കാവുമെന്ന് ഓർത്തിട്ട് അപ്പം ഞാനിന്ന് ബാങ്കിൽ പോയില്ല. അപ്പം അതിന് പാസ്ബുക്കൊക്കെ അച്ഛന് കൊടുത്തു വിട്ടിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും ബാങ്കിൽ പോകുമ്പോൾ അച്ഛനോട് പോകാൻ പറയണം. കാരണം എനിക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് കോളേജിൽ പോകേണ്ടതായിരുന്നു. നാളെയെങ്കിലും പോകണം കോളേജിലേക്ക്. ബാങ്കിൽ പോകാനായിട്ട് ഒരു ദിവസം വയ്ക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനെ വിടും. യെസ്, അതാ നമ്മുടെ പഴം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാണിച്ചു തരട്ടെ. ഇതിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ? ഇത് ബാക്കി പുറമേ ഉള്ള വൃത്തികേടുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇതൊരു ലോ മെയിൻ്റെനൻസ് ഹൗസാണ്. പക്ഷേ നോക്കൂ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നു. സൂപ്പർ. ഇനി ഇത് ഇത്തിരി നേരം കൂടി വെച്ചിട്ട് നമ്മൾ ചായ തിളപ്പിക്കുന്നു. എന്നിട്ട് ഇത് ചേച്ചിക്ക് കൊടുക്കുന്നു. ചേച്ചി കഴിക്കുന്നു. 3 പഴം ഉണ്ടായിരുന്നു. ഞാൻ 2 പഴം കൊടുക്കുന്നു. കാരണം ഒരു പഴം ഇൻ കേസ് നാളെ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശക്കുമ്പം വെറുതെ പഴം കഴിക്കാൻ തോന്നുമ്പം പഴം ഇല്ലെങ്കിലോ അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ പഴം 3ാമത്തെ പഴം ഞാൻ എടുത്തില്ല. അത് ഞാൻ അവിടെ തന്നെ വെച്ചു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറഞ്ഞു പോയോന്നൊരു പ്രശ്നം. ഞാൻ ഭയങ്കര അടുത്താണല്ലേ ഇരിക്കണത്. ചൂട് എൻ്റെ കണ്ണട ഒടിഞ്ഞു. ഞാൻ സെല്ലോ ടൈപ്പ് ഇട്ട് വെച്ചേക്കണേ. അതിപ്പം ലൂസാണ്. ഇങ്ങനെ ആക്കുമ്പം ഇറങ്ങി ഇവിടെ വരുന്നത്.
കുറച്ച് നേരം പരത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ആയിട്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ ചായയും കടിയും റെഡിയായി. ഇനി ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് കൊടുക്കട്ടെ. ശരിക്കും ഇത് ഞാൻ ഈ പായ വെച്ചൊന്നല്ല ഇവിടെ ആരും കഴിക്കണത്. പിന്നെ ഈ സൺലൈറ്റിൽ ഈ പഴം തിളങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇവിടെ നിർത്തുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി ഈ വീഡിയോയിൽ വേറെ ഒന്നും എടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും ഞാൻ ഇനി വീണ്ടും ബിസി ആവാൻ പോകുന്നത് കൊണ്ടും ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ബൈ ബൈ.